ഹലോ എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് പക്ഷിസങ്കേതങ്ങളെക്കുറിച്ചാണ്. അവയിൽ പ്രധാനപ്പെട്ടതാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം, മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രം, ചൂളന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം, കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രം, കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നിവ. ആദ്യമായി തട്ടേക്കാട് പക്ഷിസങ്കേതം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് സലീം അലി പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കാണുന്ന അപൂർവയിനം പക്ഷികളാണ് കോഴി വേഴാമ്പൽ, തീക്കാക്ക, മലബാർ കോഴി എന്നിവ. അടുത്തതായി മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രം. മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രം മംഗളവനമാണ്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രം മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷണ കേന്ദ്രവും മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. ഇതിൻ്റെ വിസ്തീർണം 0.0274 ചതുരശ്ര കിലോമീറ്ററാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. പക്ഷികളെ കൂടാതെ വിവിധയിനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം മംഗളവനം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. മൂന്നാമതായി ചൂളന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം. ചൂളന്നൂർ പക്ഷി സംരക്ഷണ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്നു കെ നീലകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നിലവിൽ വന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം. ചൂളന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേര് കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ നീലകണ്ഠനാണ്. നാലാമതായി കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കണ്ടുവരുന്ന ദേശാടന പക്ഷിയാണ് കടലുണ്ടി ആള. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് നിലവിൽ വന്ന വർഷം 2007. അഞ്ചാമതായി കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം. കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേര് വേമ്പനാട് പക്ഷി സങ്കേതം എന്നാണ്. കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കറാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവണാർ, അല്ലെങ്കിൽ കവനാർ എന്നും പറയും. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയിലെ നൂറനാട്. പക്ഷിപ്പാതാളം. പ്രസിദ്ധ പക്ഷി സംരക്ഷണ കേന്ദ്രമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. ബ്രഹ്മഗിരി മലനിരകൾ വയനാട് ജില്ലയിലാണ്. പക്ഷിപ്പാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷികളാണ് ചിത്രകൂടൻ പക്ഷികൾ. താങ്ക് യു.